വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ എന്നുള്ളത് ഗുരുവായൂരാണ്. സ്കൂൾ തുറക്കണതിന് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. ഞാനും പൊന്നും മിന്നും അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോഴും ഈ കുളത്തിൽ കാല് കഴുകും. അതിലൊരുപാട് മീനുണ്ട് കേട്ടോ. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് കുളത്തിൽ കാലൊക്കെ കഴുകി കഴിഞ്ഞ് ഞങ്ങളിത് പടിഞ്ഞാറേ നടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെയാണ് ചെരുപ്പൊക്കെ ഊരിയിട്ടത് കേട്ടോ. അപ്പോൾ ചെരുപ്പിടാൻ വേണ്ടി നടക്കുകയാണിത്. തങ്കം ഓടി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തങ്കാങ്കിടകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കാണ് ഗുരുവായൂർ. ഞങ്ങളൊരു വ്യാഴാഴ്ചയാണ് കേട്ടോ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടക്കുകയാണ് ഫ്രണ്ടിലോട്ട്. അവിടെ ഒരുപാട് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് അരങ്ങേറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം കാണാമെന്ന് വിചാരിച്ചു. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളത് ഭക്ഷണത്തിനുള്ള ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. ഭക്ഷണത്തിനുള്ള ക്യൂവിൽ ഒരുപാട് പേരുണ്ട്. ഞങ്ങളത് ഇങ്ങനെയാണ് ക്യൂവിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുകളിൽ കയറിയിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങണം കേട്ടോ. ഞങ്ങളങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ നിന്ന് ഞങ്ങളുടെ ക്യൂ മുകളിലോട്ട് എത്തി. അപ്പോൾ താഴെയുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണാണ്. തൊട്ടപ്പുറത്തെ മാവുമ്പോൾ ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. വീണ്ടും ഫ്രണ്ടിൽ വന്നെന്ന് തൊഴുതു കേട്ടോ. അപ്പോൾ ഗുരുവായൂർ വന്നാൽ നമുക്കൊരു പ്രത്യേക മനസ്സിനൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടും. പിന്നെ അവിടെ ഒരുപാട് കുട്ടികളുടെ അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ട്. കുട്ടികളുടെ മാത്രമല്ല വലിയ ആൾക്കാർ അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നല്ല തിരക്കാണ്. ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു കല്യാണ പെണ്ണിനും കല്യാണ ചെക്കനും ഞാൻ കണ്ടു കേട്ടോ. അവർ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കല്യാണം കഴിച്ചാണ്. അവരെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നാണ് പറഞ്ഞത്, ഇവിടെ കല്യാണം കഴിക്കണമെന്ന്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ഈ പറഞ്ഞ ചേട്ടനും ചേച്ചിയാണ് കേട്ടോ. അവരിവിടെ വന്ന് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി പോവുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ പൊന്നിനും മിന്നിനും പുസ്തകങ്ങളും ബാഗൊക്കെ മേടിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഇതാണത് പുസ്തകമൊക്കെ മേടിക്കാൻ പോയത്. പുത്തമ്പള്ളിയിലുള്ള അവിടെയുള്ള ഒരു കടയിൽ നിന്നാണ് കേട്ടോ. ഹോൾസെയിൽ കടയാണ്. ഒരുപാട് ബോക്സുകൾ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ഇഷ്ടംമാതിരി ബോക്സുകൾ വേണം. ഒരുപാട് ബോക്സുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. പല റേഞ്ചിൽ പല വെറൈറ്റി ബോക്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ചോട്ടാ ഭീം, ഡോറ ബുജി, യൂണിക്കോൺ, ഒരുപാട് ബോക്സുകളുണ്ട്. പൊന്നും മിന്നൊക്കെ ഒരു ഡോറ ബുജിയുടെ ബോക്സാണ് മേടിച്ചത്. നല്ല നല്ല ബോക്സുകളുണ്ട്. യൂണിക്കോണിൻ്റെ ബോക്സുണ്ട്. നല്ല രസമാണ്. അത് 275 രൂപയാണ്. പിന്നെ ഒരുപാട് ബോക്സുകൾ മാത്രമായിട്ടുണ്ട്. ഞങ്ങളതേ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ സാധനങ്ങളൊക്കെ ബില്ലിടാണ് കേട്ടോ. ആ കടയിലെ ബോക്സുകൾ മാത്രമല്ല, സോപ്പ്, ഷാമ്പു, എല്ലാവിധ ഐറ്റംസും ഉണ്ട്. ബുക്കുകൾ, ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബുക്ക് മേടിക്കുന്നിടത്ത് നിന്ന് നേരെ പോയത് ബാഗ് മേടിക്കാനാണ്. അവിടെ അവർ ബാഗ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് കൂടെ ഒരു ഘോഷയാത്ര പോകണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കോടൊക്കെ തലയിൽ വെച്ചിട്ട്. അപ്പോൾ അവിടെ എന്താ അമ്പലത്തിലെ പരിപാടിയാണ്. അവർ ബാഗ് സെലക്ട് ചെയ്യണതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഈ ഘോഷയാത്ര ഒക്കെ നോക്കി നിന്നു. നല്ല അടിപൊളി ഘോഷയാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.